ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ 3C അസറ്റ്സ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്യേണ്ടതെന്നാണ്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. 3C അസറ്റ്സിന്റെ റെഫറൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അവിടെ നമുക്ക് സ്പോൺസർ ID കാണാൻ പറ്റും. അതിനുശേഷം അവരുടെ ലെഫ്റ്റിലെ ലിങ്ക് ആണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, റൈറ്റിലെ ആണോ. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മുടെ ഒരു യൂസർ നെയിം അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്വന്തം ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈൻ അപ്പ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നു എന്നാണ് കാണിക്കുന്നത്. എനിക്ക് ലഭിച്ചിട്ടുള്ള OTP ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ ഇമെയിൽ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും. നമ്മുടെ യൂസർ നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, പാസ്വേഡ്, ട്രാൻസാക്ഷൻ പാസ്വേഡ് വരും. ഇവിടെ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും നമുക്ക് ഏത് സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് സെയിം മാറ്റം നിങ്ങൾക്ക് ഇമെയിലിലേക്കും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇമെയിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ലോഗിൻ ഇവിടെ ചെയ്യേണ്ടത്. ലോഗിൻ എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ എന്റെ യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റിമെമ്പർ മീ എന്ന ഈ ഒരു ബട്ടണിൽ ടച്ച് ചെയ്തതിനു ശേഷം ഞാൻ സൈൻ ഇൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സൈൻ അപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ആണ്. ഇവിടെ നമുക്ക് ആദ്യം കാണുന്നത് റെഫറൽ ലിങ്ക്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമുള്ള റെഫറൽ ലിങ്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ, പുതിയ വ്യക്തികൾക്ക് നമുക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതേ പേജിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫൈൽ സെക്ഷൻ, AMA ആക്ടിവേഷൻ, ഡെപ്പോസിറ്റ് എന്ന സെക്ഷനാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഡെപ്പോസിറ്റിൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് AMA വാലറ്റ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ വാലറ്റ്. AMA വാലറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഏത് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന്റെ അക്കോർഡിംഗ്ലി ഉള്ള ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പോർട്ട്ഫോളിയോ വാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമുക്ക് ഈ ROI കിട്ടുന്ന അതേ വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി പോർട്ട്ഫോളിയോ സെക്ഷൻ താഴെ കാണാൻ പറ്റും. കോഴ്സ് സെക്ഷൻ, അതുപോലെ റിപ്പോർട്ട്സ്, നമുക്ക് ലഭിച്ചിട്ടുള്ള വരുമാനമൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ റെഫറൽ ബോണസ്, മൾട്ടി ലെയർ ബോണസ്, ഡ്യുവൽ പ്ലസ് ബോണസ്, റോയൽറ്റി ബോണസ്, ക്ലബ് മില്യനെയർ, 3C ബില്യനെയർ എന്നീ സെക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് പെർഫോമൻസ് സെക്ഷനിൽ തന്നെ പെർഫോമൻസ് ഡീറ്റെയിൽ, പെർഫോമൻസ് ഇൻകം. ഇനി കമ്മ്യൂണിറ്റി സ്ട്രക്ചർ, നമ്മുടെ താഴെ കമ്മ്യൂണിറ്റി സ്ട്രക്ചർ ഇവിടെ കാണുന്നതിന് വേണ്ടി പ്ലേസ്മെന്റ് ഡയഗ്രാം, സ്പോൺസർ ഡയഗ്രാം, ലെവൽ മെമ്പർ ഡീറ്റെയിൽസ്. ഇനി പ്രൊമോഷൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ പ്രൊമോഷന് വേണ്ടിയുള്ള കറണ്ട് പ്രൊമോഷൻ എന്തൊക്കെയാണ്, പ്രൊമോഷൻ ഇൻകം. ഇനി വിഡ്രോവൽ സെക്ഷൻ, വാലറ്റ് സെക്ഷൻ, സപ്പോർട്ട്, ലോഗ് ഔട്ട് എന്നീ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. AMA വാലറ്റും AMA പോർട്ട്ഫോളിയോ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പാക്കേജ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. AMA എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെന്റ് അഫിലിയേഷൻ എന്നാണ്. ഇനി ഇവിടെ സ്റ്റാർട്ടർ പാക്കേജ് വെറും $50 സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പോർട്ട്ഫോളിയോയിൽ $50 മുതൽ $200 വരെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പാക്കേജ് ലിമിറ്റഡ് ഓഫർ മാത്രമാണ്. പാക്കേജ് വാലിഡ് ഫ്രം ഫെബ്രുവരി 10th ടു ജൂൺ 10th വരെ മാത്രമാണ്. അതായത് 2025 ഫെബ്രുവരി 10 മുതൽ ജൂൺ 10 വരെ മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അതിനുശേഷം ഏതൊരു വ്യക്തിയും ചെയ്യുമ്പോൾ മിനിമം $100 ബ്രോൺസ് എന്ന ഈ ഒരു AMA പാക്കേജ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. $100 പാക്കേജ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ $50 മുതൽ $1000 വരെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ്. പിന്നീടുള്ളതാണ് സിൽവറിന് $300 AMA പാക്കേജ്. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് $50 മുതൽ $3000 വരെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി AMA ഗോൾഡ് എന്ന് പറയുന്നത് $1000 സബ്സ്ക്രിപ്ഷൻ ആണ്. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് $50 മുതൽ $10000 വരെ മാത്രമാണ് ഈ ഒരു പാക്കേജിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി AMA പ്ലാറ്റിനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ $2500 പാക്കേജ് ആണ്. ഇവിടെ നമുക്ക് $50 മുതൽ $25000 വരെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. AMA ടൈറ്റാനിയം എന്ന് പറയുന്നത് $5000 സബ്സ്ക്രിപ്ഷൻ ആണ്. ഇവിടെ $50 മുതൽ $50000 വരെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ AMA പാക്കേജിന്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് മെയിൻ ഡാഷ്ബോർഡിലേക്ക് തന്നെ പോകാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് AMA പാക്കേജ് പർച്ചേസ് ചെയ്യുന്നതും പോർട്ട്ഫോളിയോ പർച്ചേസ് ചെയ്യുന്നതും എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് എന്ന ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം AMA വാലറ്റിലേക്ക് നമ്മൾ ഫണ്ട് ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് AMA വാലറ്റ് എന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. $50 മുതൽ $5000 വരെ AMA പാക്കേജ് ഉണ്ട്. ഇവിടെ ഞാൻ 100ന്റെ ഒരു പാക്കേജ് ആണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 100 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യണം. നമ്മൾ സൈൻ അപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് വന്ന ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ട്. അതിവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ട്രാൻസാക്ഷൻ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഡെപ്പോസിറ്റ് ഫണ്ട് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വീണ്ടും ഓപ്പൺ ആയി വരും. QR കോഡ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ BNB സ്മാർട്ട് ചെയിനിലുള്ള USDT ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അഡ്രസ് കോപ്പി ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഫണ്ട് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഞാനപ്പം എന്റെ മൊബൈലിൽ നിന്ന് ഫണ്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫണ്ട് ഇവിടെ വന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പേജിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻ, ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. 1 മിനിറ്റ് പോലും എടുത്തില്ല. അതിനു മുമ്പ് ഇവിടെ വാലറ്റിലെ ഫണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫണ്ട് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതിനു ശേഷം AMA പാക്കേജ് ആണ് നെക്സ്റ്റ് ഇനി പർച്ചേസ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് സെക്ഷനിലാണ് പോയത്. ഇനിയും AMA ആക്ടിവേഷന് വേണ്ടി ഈ AMA ആക്ടിവേഷൻ ഈ ഒരു സെക്ഷനിൽ ടച്ച് ചെയ്യുന്നു. AMA ആക്ടിവേഷൻ എന്ന ഈ ഒരു സെക്ഷനിലാണ് വീണ്ടും ടച്ച് ചെയ്യേണ്ടത്. ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ മെമ്പർ ID കാണിക്കും. അതിനുശേഷം ഏത് പാക്കേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 50 മുതൽ $5000 വരെയുള്ള പാക്കേജുകൾ കാണാം. ഞാൻ ഇവിടുന്ന് $100 പാക്കേജ് സെലക്ട് ചെയ്യുന്നു. അപ്പൊ എന്റെ ഫണ്ട് വാലറ്റിൽ $100 ആണുള്ളത്. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ഇമെയിലിൽ വന്ന ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ലഭിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഒരു പോപ്പപ്പ് മെസ്സേജ് ചോദിക്കും, ആർ യു ഷുവർ ടു ആക്ടിവേറ്റ് അക്കൗണ്ട്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വന്നു. അതുപോലെ തന്നെ താഴെ കാണിക്കുന്നുണ്ട്, കൺഗ്രാജുലേഷൻ, യുവർ അക്കൗണ്ട് വിത്ത് 3C അസറ്റ്സ് ഹാസ് ബീൻ ആക്ടിവേറ്റഡ്. യുവർ ഫൈനാൻഷ്യൽ ജേർണി ബിഗിൻസ് ഹിയർ. ഫൈനാൻഷ്യൽ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ പേജിലേക്ക് പോകാം. മെയിൻ പേജിൽ ചെല്ലുമ്പോൾ എന്റെ ഈ വാലറ്റിൽ $100 ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഏത് പാക്കേജാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു പാക്കേജിന്റെ വാല്യൂ നമുക്ക് ഈ വാലറ്റിലായിരിക്കും കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഡെപ്പോസിറ്റ് എന്ന ഈ ഒരു സെക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് പോർട്ട്ഫോളിയോ വാലറ്റിൽ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ $500 ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഡെപ്പോസിറ്റ് ഫണ്ട്സ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഒരു പേജ് വീണ്ടും വരും. $500 ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു QR കോഡും അതുപോലെ തന്നെ ഒരു വാലറ്റ് അഡ്രസ്സും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഞാൻ $500 ഇവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. 1 മിനിറ്റ് പോലും എടുത്തില്ല. അതിനു മുമ്പ് ഫണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ നമുക്ക് പോർട്ട്ഫോളിയോ സെക്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. പോർട്ട്ഫോളിയോ സെക്ഷനിൽ കസ്റ്റമർ പോർട്ട്ഫോളിയോ എന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. നമ്മുടെ യൂസർ ID കാണാം. ഏത് പാക്കേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിവിടെ കാണിക്കും. 100ന്റെ പാക്കേജ് എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ $50 മുതൽ $1000 വരെ മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് പാക്കേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരേ ഒരു പാക്കേജ് മാത്രമേ നമുക്ക് കാണുള്ളൂ. അതിവിടെ സെലക്ട് ചെയ്യുന്നു. $50 മുതൽ $1000 ഇടയ്ക്കുള്ള ഏത് എമൗണ്ടും നമുക്ക് ഇവിടെ പോർട്ട്ഫോളിയോയിൽ വെക്കാൻ പറ്റും. $500 ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ട്രാൻസാക്ഷൻ പാസ്വേഡ് എനിക്ക് ലഭിച്ചിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് പോർട്ട്ഫോളിയോ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മളോട് ആർ യു ഷുവർ ടു ട്രേഡ് ദിസ് എമൗണ്ട്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ട്രേഡ് ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് വന്നു. എന്റെ വാലറ്റിൽ നിന്ന് 500 ഇവിടുന്ന് ഡിഡക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എത്രയാണ് പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ്? ഇതാണ് ഞാൻ $500 ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ആണ്. എനിക്കിനി $500 ഒരു മാസം 7% മുതൽ 14% ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആയിരിക്കും എല്ലാ മാസവും കിട്ടുന്നത്. അതായത് 1 തൊട്ട് 15 വരെ നേരെ പകുതിയായിട്ടുള്ളത് കിട്ടും. അതിനുശേഷം 16 മുതൽ 30 വരെയുള്ള തീയതികളിലെ അതിന്റെ റിമൈനിങ് ആയിരിക്കും കിട്ടുന്നത്. ആവറേജ് നമുക്ക് കിട്ടുന്നത് 7 മുതൽ 14% ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പൊ വളരെ നല്ലൊരു പ്രോഫിറ്റ് ആണ് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തികളാണ് അതിന്റെ മുമ്പിലുള്ളത്. ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മലയാളി തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ബാക്കിലുള്ളത്. ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. വലിയ ഒരു പ്രൊഫൈലാണ് ഇദ്ദേഹത്തിനുള്ളത്. ദ ലീഡർ ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്രോസ്പെരിറ്റി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഡോക്ടർ ബിനോയ് ജെ കാറ്റാടിയിൽ, DSc, ഫൗണ്ടർ 3C അസറ്റ്സ്, എക്കണോമിസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റർ. ഇദ്ദേഹമാണ് ഇതിന്റെ ബിഹൈൻഡിലുള്ളത്. ഇദ്ദേഹത്തിന്റെ കൂടെ 1-2 ടീം വേറെയുണ്ട്. എഡ്വാർഡ് പ്രോഫ് ഉണ്ട്. അദ്ദേഹമാണ് CEO 3C അസറ്റ്. മോ മുക്കറാം എന്ന ഇദ്ദേഹം CMO ആണ് 3C അസറ്റിൻ്റെത്. വളരെ നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടീം ഇതിന്റെ ബിഹൈൻഡിലുണ്ട്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സൈൻ അപ്പ് ചെയ്ത് എങ്ങനെയാണ് AMA സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കേണ്ടത്, പോർട്ട്ഫോളിയോയിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും, 2 കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിൽ ഇതിന്റെ കംപ്ലീറ്റ് ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.